ഇനി നമുക്ക് കുറച്ച് നെയിംഡ് റിയാക്ഷൻസ് ആണ് നോക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു നെയിംഡ് റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, ആൽഡോൾ കണ്ടൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വയ്ക്കുക, ആൽഡോൾ കണ്ടൻസേഷൻ ആയാലും ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ ആയാലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം വേണം. അത് യൂസ് ചെയ്യാണ്ട് ചെയ്യുന്നതാണ് കാനിസാറും. അത് നമ്മൾ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആൽഡോൾ കണ്ടൻസേഷനും ക്രോസ്ഡ് ആൽഡോളും നോക്കാം. ഓക്കെ, ആൽഡോൾ വലുതാവുകയാണെങ്കിൽ കുറേ ലെങ്തി വീഡിയോ ആവുമെങ്കിൽ ഞാൻ രണ്ടായിട്ട് ഇടും. അതായത് ഒന്ന് ആൽഡോളും ഒന്ന് ക്രോസ്ഡിനും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റ വീഡിയോ ആക്കാം. അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൽഡോൾ കണ്ടൻസേഷൻ നോക്കാം. 2 or more aldehyde or ketone, same or different, which contain alpha hydrogen atom, condense in the presence of dilute NaOH, forming a compound which contain both an aldehyde group or ketonic group and an alcoholic group. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് റെഡിങ് കൊണ്ട് ഞാൻ ഫുള്ള് എഴുതി വെച്ചേക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സാമിന് ആൽഡോൾ കണ്ടൻസേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസും വേണം റിയാക്ഷനും വേണം. അപ്പം ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ ആൽഡിഹൈഡ്സിനെയോ അല്ലെങ്കിൽ കീറ്റോൺസിനെയോ, ഈ ആൽഡിഹൈഡ് രണ്ടെണ്ണം എടുക്കുന്നത് സെയിം ആവാം അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ആൽഡിഹൈഡ് ആവാം. കീറ്റോണും അതുപോലെ സെയിം രണ്ട് കീറ്റോൺസ് ആവാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കീറ്റോൺസ് ആവാം. എന്തോ ആവട്ടെ, രണ്ടോ അതിൽ കൂടുതലോ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവണം ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഡൈല്യൂട്ട് NaOHൻ്റെ പ്രസൻസിൽ കണ്ടൻസ് ചെയ്യും. എന്നിട്ട് അത് രണ്ട് പ്രോഡക്റ്റ്സ് ഫോം ചെയ്യും. ഒന്ന് ആൽഡിഹൈഡ് ആയിരിക്കും അല്ലെങ്കിൽ കീറ്റോൺ, അത് നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിനനുസരിച്ച്. പിന്നെ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പും ഉണ്ടാവും. അപ്പോൾ ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചേക്കാം. അതായത് CH3 കണ്ടൻസ്ഡ് ആയിട്ടാണല്ലോ എപ്പോഴും എക്സാമിന് ചോദിക്കുക. CH3CH ഒരു ആൽഡിഹൈഡ് എടുത്തു, അതിനെ OH- പ്രസൻസിൽ ഹീറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷൻ 2 സ്റ്റെപ്പിൻ്റെ റിയാക്ഷനാണ്. അത് ഒറ്റയടിക്കാണ് ഇവർ എഴുതിയാണ്. ഈ OH- എന്ന് ഉദ്ദേശിക്കുന്നത് NaOHനെയാണ്, ഡൈല്യൂട്ട് ആയിട്ടുള്ള NaOHനെയാണ്. അപ്പോൾ ഈ OH- എന്ന് എഴുതുമ്പോൾ ഇത് ഏത് ഈ റിയാക്ഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷനാണ്. ക്ലിയർ ആയോ? ഇങ്ങനെ 2 CH3COH അല്ലെങ്കിൽ അങ്ങനെ പറയണമെന്നില്ല. എന്നിട്ട് OH- ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ OH- ആയിട്ടുള്ള റിയാക്ഷനാണ്. രണ്ടാമതാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഈ രീതിക്കായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കരുത്, അത് ആൽഡോൾ കണ്ടൻസേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് 2 സെയിം ആൽഡിഹൈഡ്. ഓക്കെ, അതായത് അതിനെ ഞാൻ എഴുതുന്ന രീതി ശ്രദ്ധിച്ചു കേട്ടോ. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് രീതി. അതാവുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനും ഇത് യൂസ് ചെയ്യാം. ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ആൻസർ കിട്ടും. അതായത് നമ്മളിപ്പോൾ 2 CH3CHO 2 സെയിം ആൽഡിഹൈഡ് എടുത്തിട്ടുള്ള റിയാക്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ 2 സെയിം ആൽഡിഹൈഡ് അല്ല. അപ്പോൾ CH3C ഡബിൾ ബോണ്ടോ ഇവിടെ H. ശ്രദ്ധിക്കുക കേട്ടോ, ഇങ്ങനെ തന്നെ എഴുതാം. ആദ്യത്തെ കമ്പൗണ്ട്, ആദ്യത്തെ CH3CHO ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ CH3CHO എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ CH3 എന്നുള്ളതില്ലേ, അതിലൊരു ഹൈഡ്രജൻ ഇവിടേക്ക് വയ്ക്കുക. എന്നിട്ട് ബാക്കി എഴുതുക CH2, എന്നിട്ട് CHO എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എഴുതുമ്പോൾ ഇതുപോലെ എഴുതുക, CH3C ഡബിൾ ബോണ്ടോ താഴേക്കും H മുകളിലേക്കും. രണ്ടാമത്തെ CH3CHO എഴുതുമ്പോൾ HCH2CHO എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇനി നമ്മളിവരെ ആദ്യം തന്നെ ഡൈല്യൂട്ട് NaOH ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഡൈല്യൂട്ട് NaOH. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ആ ഹൈഡ്രജൻ ഈ ഓക്സിജനിലേക്ക് പോവും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് വരുമ്പോൾ റിയാക്ഷൻ പ്രോഡക്റ്റ് വരുന്നത്, നമുക്ക് ഓൾറെഡി CH3 ഉണ്ടായിരുന്നു. ആ CH3 ഇവിടെ C ഉണ്ടായിരുന്നു, മുകളിലൊരു ഹൈഡ്രജൻ ഉണ്ട്, താഴെ ബോണ്ട് പൊട്ടും, എന്നിട്ട് ഒരു ഓക്സിജൻ ആവും. അവിടേക്ക് ഇപ്പുറത്തെ ഹൈഡ്രജൻ കയറും. ആ ഹൈഡ്രജൻ്റെ കളറെ മാറ്റി തരാം. ഹൈഡ്രജൻ ഇവിടെ കയറും, എന്നിട്ട് ബാക്കിയുള്ളവരായിട്ട് അറ്റാച്ച് ചെയ്യും, CH2CHO. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിന് ആൽഫ ഹൈഡ്രജൻ വേണമെന്ന്. ഓക്കെ, ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഇപ്പം തന്നെ പറഞ്ഞു തരാം. CHO ഗ്രൂപ്പ് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണല്ലോ. CHO, OH, COOH ഇവരൊക്കെ നമ്മൾ എന്താ പറയുക,
സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സാണ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ വരുമ്പോൾ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കാർബണിലുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ പോകുന്ന കാർബണിൻ്റെ ഹൈഡ്രജനാണ് എന്ത് പറഞ്ഞാൽ ബീറ്റ ഹൈഡ്രജൻ. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം ഈ CH ആദ്യം കണക്ട് ചെയ്തിരിക്കുന്ന കാർബണിലെ ഹൈഡ്രജനാണ് ആൽഫ, പിന്നെ ബീറ്റ, അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, ഇത് ഓർത്തിരിക്കണേ, ഇത് ആവശ്യമാണ്. ഓക്കെ, സോ ഇത് ഇവിടെ എന്തായിരുന്നു, ഈ CHO എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ഗ്രൂപ്പ് അല്ലേ. ആ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റത്തെ കാർബണിലെ ഹൈഡ്രജൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇത് ആൽഫ ഹൈഡ്രജൻ ഉള്ളതാണ്, ഇതും ആൽഫ ഹൈഡ്രജൻ ഉള്ളതാണ് അല്ലേ. അതുകൊണ്ടാണ് ഈ ആൽഡോൾ കണ്ടൻസേഷൻ അവിടെ നടന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ CH ഇവിടെ അല്ലേ, അപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഹൈഡ്രജനാണ് ആൽഫ, പിന്നത്തെ ഹൈഡ്രജൻ ഇതല്ലേ, ഇതാണ് ബീറ്റ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇവരെ പറയുന്ന പേരും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബീറ്റ ഹൈഡ്രോക്സി, കാരണം എന്താ, ബീറ്റ പൊസിഷനിലാണ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉള്ളത്. ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ്. ബ്യൂട്ടർ ആൽഡിഹൈഡ്, ബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്, 4 കാർബണുള്ള കമ്പൗണ്ട്. ആൽഡിഹൈഡാണ് കമ്പൗണ്ടിലുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ 3 ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ. ക്ലിയർ ആയോ? ഇനി റിയാക്ഷൻ ഇവിടെ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കമ്പൗണ്ട് എന്താ, CH3 CHO CH2 അല്ല, CH CH2 CHO, പിന്നെ താഴെ ഒരു OH അല്ലേ. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യിപ്പിക്കണം അല്ലേ. അപ്പോൾ എന്തുണ്ടാവും, വാട്ടർ റിമൂവ്ഡ് ആവും. എവിടെ നിന്ന് ഇനി റിമൂവ് ആവേണ്ടതെന്നാണ് ശ്രദ്ധിക്കുന്നത്. അതിനാണ് ഞാൻ ഇങ്ങനെ എഴുതാൻ പറഞ്ഞത്. ഓക്കെ, ഇനി വെള്ളം റിമൂവ്ഡ് ആവുന്നത് ഈ OHലെ ഇവിടുത്തെ OHും ആൽഫയിൽ ഒരു ഹൈഡ്രജനും കൂടിയിട്ടാണ് വെള്ളമായിട്ട് റിമൂവ്ഡ് ആവുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ആദ്യം CH3 ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളിവിടെ CH3 എഴുതി, പിന്നെ ഒരു കാർബൺ ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ ഹൈഡ്രജൻ വരും, പിന്നെ OHും ഇവിടുത്തെ Hും കൂടിയല്ലേ പോയത്. അപ്പോൾ ഡബിൾ ബോണ്ട് CH CH. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്യൂട്ട് 2En1 ആൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം എന്തുണ്ടായിരുന്നു, നമ്മൾ 2 ആൽഡിഹൈഡ് ഉണ്ടെങ്കിൽ ആ ആൽഡിഹൈഡ്സിനുള്ള ആദ്യത്തെ ആൽഡിഹൈഡിനെ CHOനെ ഇങ്ങനെ എഴുതണം, ഡബിൾ ബോണ്ടോ താഴേക്ക് മുകളിലേക്ക് ഹൈഡ്രജനായിട്ട്. പിന്നത്തെ വരുന്ന ആൽഡിഹൈഡിലെ CH3 CHO ആണെങ്കിൽ HCH2 CHO എന്നുള്ള രീതിയിൽ എഴുതണം. ക്ലിയർ ആയോ? അതിൽ ഹൈഡ്രജൻ വേണം നമ്മൾ ഈ ഓക്സിജനിലേക്ക് കൊടുക്കാൻ. പിന്നെ ഡൈല്യൂട്ട് NaOH വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ട് ആൽഫയിലുള്ള ഒരു ഹൈഡ്രജനും CHൻ്റെ താഴെയുള്ള OHും ആണ്. എവിടെയാണോ OH ഉള്ളത് ആ OHും ഹൈഡ്രജനും കൂടിയിട്ടാണ് വെള്ളമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ റിമൂവ്ഡ് ആവുന്നത്. അങ്ങനെ നമുക്കൊരു ഡബിൾ ബോണ്ടഡ് കമ്പൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയേ, ഒരു ആൽഡിഹൈഡല്ലേ കിട്ടിയേ. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ആൽഡിഹൈഡ് കിട്ടും എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ആൽഡിഹൈഡ് കിട്ടിയില്ലേ. ഇനി അടുത്തത് നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് എസറ്റോൺ എടുക്കാം. അതായത് CH3 C ഡബിൾ ബോണ്ടോ CH3, 2 കീറ്റോണുകൾ എടുക്കാം. അപ്പോൾ CH3 C ഡബിൾ ബോണ്ടോ CH3 ഞാൻ പറഞ്ഞ അതേ രീതിക്ക് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ആദ്യത്തെ കീറ്റോണിനെ ഇങ്ങനെ എഴുതാം, രണ്ടാമത്തെ കീറ്റോണിനെ HCH2, ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ കീറ്റോൺ ആകുമ്പോൾ CH3നെ HCH2 എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ C ഡബിൾ ബോണ്ട് O CH3, ബാക്കിയുള്ളത് അതേപോലെ തന്നെ വരിക. ക്ലിയർ ആയോ? ഇനി എന്തുണ്ടാവും, ഈ ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ അവിടേക്ക് പോവും, ഡബിൾ ബോണ്ട് പൊട്ടും. ഇനി ഇത് ഡൈല്യൂട്ട് NaOH ആയിട്ട് റിയാക്ട് ചെയ്യണം. ഓക്കെ, ഡൈല്യൂട്ട് NaOH ആയിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും, ആദ്യം നമുക്ക് എന്തുണ്ടായിരുന്നു CH3 അതേപോലെ ഉണ്ട്, പിന്നെ C, പിന്നെ മുകളിലൊരു CH3, പിന്നെ ഈ OH താഴേക്ക് വരും, പിന്നെ ബോണ്ട് പൊട്ടുന്നുണ്ട്, അപ്പോൾ സിംഗിൾ ബോണ്ട്, പിന്നെ CH2 അല്ലേ. ഇവിടെ CH2 ഇല്ലേ, കളർ മാറ്റിയിട്ട് എഴുതി തരാം. ഇവിടെ OH, ഇവിടെ CH2, പിന്നെ C ഡബിൾ ബോണ്ടോ CH3. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്തായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം, ഹീറ്റ് ചെയ്യിപ്പിക്കണം അല്ലേ. ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ എവിടെ നിന്ന് റിമൂവ് ആവും, ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഇവിടുന്ന് OHും റിമൂവ് ആവും. അങ്ങനെ വാട്ടർ റിമൂവ്ഡ് ആവണം കേട്ടോ.
അത് നമുക്ക് എന്ത് കിട്ടും? CH3 CH3 ഇവിടുന്ന് OH പോയില്ലേ, പിന്നെ ഇവിടുന്ന് ഹൈഡ്രജനും പോയി. അപ്പോൾ ഇവിടെ എന്താവും? ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ട് O CH3 എന്നാവും. അപ്പോൾ ഇതെന്താ, അതിൻ്റെ പേരെന്താ? 4-methyl pent 3En2on. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സെയിം ആയിട്ടുള്ള ആൽഡിഹൈഡോ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള കീറ്റോണോ തമ്മിലുള്ള കണ്ടൻസേഷനാണ് സിമ്പിൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ നോക്കാം. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ അടുത്തതാണ് ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് സെയിം ആയിട്ടുള്ള ആൽഡിഹൈഡ് റിയാക്ട് ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് സെയിം ആയിട്ടുള്ള കീറ്റോൺ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു. അതാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇനി രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, ആൽഫ ഹൈഡ്രജൻ ഉള്ള രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ കണ്ടൻസേഷൻ നടത്തി കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് NaOH4 എന്ത് സംഭവിക്കും? അതാണ് ഈ ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റിയാക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ രണ്ട് CH3 CHO റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കി അല്ലേ. ഇനി ക്രോസ്ഡ് ആൽഡോൾ ആകുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ക്രോസ്ഡ് ആൽഡോളിലേക്ക് കിടക്കാം. അതായത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റത്തെ ടൈപ്പ് എങ്ങനെയായിരുന്നു? രണ്ട് CH3 CHO കൊണ്ട് റിയാക്ഷനായിരുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 CHOയും CH3 CH2 CHOയും. ഓക്കെ, രണ്ട് സെയിം ആൽഡിഹൈഡ് തന്നെ, പക്ഷേ ഇത് കുറച്ചും കൂടി വലിയൊരു കമ്പൗണ്ടാണല്ലോ, പ്രൊപ്പനാലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സെയിം ആയിട്ടുള്ള ആൽഡിഹൈഡ് തന്നെയാണ്. ഇതിപ്പം പ്രൊപ്പനാലാണ്, ഇതും പ്രൊപ്പനാലാണ്. അവരെങ്ങനെ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഇത് ആൽഡോൾ കണ്ടൻസേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? CH3 CH2 ഞാൻ പറഞ്ഞ അതേപോലെ എഴുതണം. ഫസ്റ്റത്തെ കമ്പൗണ്ടിൽ C ഡബിൾ ബോണ്ടോ താഴേക്ക്, മുകളിലേക്ക് ഹൈഡ്രജൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ എഴുതുമ്പോൾ എന്ത് വേണം? ഈ CH3 എന്ന് പറയുന്നത് മുകളിലേക്ക് വരണം. അതായത് CHOൻ്റെ അവിടെയാണ് പ്രാധാന്യം. ഓക്കെ, അത് പറഞ്ഞു തരാനാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. എന്താണ്, നമുക്ക് ഈ CHO താഴെ വരണം. CH2 CHO എന്നുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് ഈ CH2 ഉണ്ടല്ലോ, ഇവിടുത്തെ CH2, ഈ CHOൻ്റെ അപ്പുറത്തുള്ള കാർബൺ എങ്ങനെയാണോ അതിൻ്റെ ഹൈഡ്രജനാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹൈഡ്രജനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ HCH എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. പിന്നെ CHO എന്ന് എഴുതും. ഇനി ഇതിൻ്റെ മേലെയാണ്, ഈ കാർബണിൻ്റെ മേലെയാണ് CH3 വരേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നമ്മൾ മറ്റേ രണ്ട് കാർബണുള്ള ആൽഡിഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഡൗട്ട് വരില്ല. ഡയറക്റ്റ് ആണല്ലോ, CHO ഡയറക്റ്റായിട്ട് CH3യിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ CH3 CH2 CHO ആകുമ്പോൾ നമുക്ക് രണ്ട് കാർബൺ ഉണ്ട്. അപ്പോൾ ആരെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തെറ്റും. ഫസ്റ്റ് കമ്പൗണ്ടിന് കുഴപ്പമില്ല, സെക്കൻഡിനാണ് നമുക്കൊരു ഡൗട്ട് വരാം. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? CHOനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബണിലെ ഹൈഡ്രജൻ ഏതാണോ അതിൽ ഒരു ഹൈഡ്രജനെ വേണം ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ഇതിലെ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ OHൻ്റെ അവിടേക്ക് പോവും, ഈ ബോണ്ട് പൊട്ടും. എന്നിട്ട് അപ്പോൾ ഇവിടെ ആരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഡൈല്യൂട്ട് NaOHൻ്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ആദ്യം തന്നെ നമുക്ക് CH3 ഉണ്ടായിരുന്നു, പിന്നെ CH2 ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഒരുമിച്ച് എഴുതട്ടെ. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? പിന്നെ നമുക്കുള്ളത് CH ആണ് അല്ലേ? Cയും Hഉം. CH ആണ് പിന്നുള്ളത്. പിന്നെ OH താഴെ ഉണ്ടാവും. പിന്നെ ഉള്ളത് CH ആണ്. പിന്നെ മുകളിലേക്ക് CH3 ഉണ്ട്. പിന്നെ CHO ആണല്ലോ. ഇനി ഇവരെ നമ്മൾ ഹീറ്റ് ചെയ്യണം. അതല്ലേ അടുത്ത സ്റ്റെപ്പ്. ഇവരെ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ വാട്ടർ റിമൂവ്ഡ് ആവും. വാട്ടർ എവിടെ നിന്ന് റിമൂവ്ഡ് ആവും? അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇത് CHO അല്ലേ, ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്. അപ്പോൾ ആൽഫയിൽ നിന്നുള്ളൊരു ഹൈഡ്രജനും ബീറ്റയിലുള്ള OHഉം അവിടെയാണ് ഉണ്ടാവുക. ഈ രണ്ടാൾക്കാരെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ടർ അങ്ങനെ റിമൂവ്ഡ് ആവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3
CH2 CH OH പോയല്ലോ, ഡബിൾ ബോണ്ട് ആവും. എന്നിട്ട് CH3 CHO എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇതെന്താണ്? 2 methyl pent 1 ആൽ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് രണ്ട് പ്രൊപ്പനാൽ കൂടി റിയാക്ട് ചെയ്താലുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഒരു പ്രൊപ്പനാലും ഒരു ആൽഡിഹൈഡും ക്രോസ്ഡ് ആൽഡോളിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ടൈപ്പ് ക്രോസ്ഡ് ആൽഡോളാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു എത്തനാൽ ഒരു പ്രൊപ്പനാൽ CH3 CHOയും CH3 CH2 CHOയും ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എങ്ങനെ എഴുതണം? CH3 അതേപോലെ തന്നെ എഴുതാം. C താഴേക്ക് ഡബിൾ ബോണ്ടോ മുകളിലേക്ക് ഹൈഡ്രജൻ. ഇത് നിങ്ങൾ എഴുതി പഠിച്ചാലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ആൾ നമ്മൾ എങ്ങനെ എഴുതണം? ഈ CHOൻ്റെ ഇപ്പുറത്തുള്ള കാർബണിലെ ഹൈഡ്രജൻ ഒരെണ്ണം ഇങ്ങോട്ട് കൊടുക്കണം, ബാക്കിയുള്ളത് ഇവിടെ കൊടുക്കണം. എന്നിട്ട് മുകളിൽ CH3, ബാക്കി പെൻഡിങ് ആയിട്ടുള്ളത് അതേപോലെ എഴുതി വയ്ക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് പോവും, ഈ ബോണ്ട് പൊട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും? ഇവിടെ ഒരു ഡൈല്യൂട്ട് NaOHൻ്റെ പ്രസൻസ് ഉണ്ട്, അത് എഴുതാൻ മറക്കരുത്. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്ത് തരും? ഒന്ന് CH3 ഉണ്ട്, പിന്നെ കാർബൺ ഉണ്ട്. ഓക്കെ, ഞാൻ ഒരുമിച്ച് എഴുതട്ടെ. CH ഉണ്ട്, താഴെ OH ഉണ്ട്, പിന്നെ CH ഉണ്ട്, പിന്നെ മുകളിൽ CH3 ഉണ്ട്, പിന്നെ ഇവിടെ CHO ഉണ്ട്. ഓക്കെ. ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം അല്ലേ? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം എവിടെ നിന്നൊക്കെ റിമൂവ് ആവും? ഇവിടുന്ന് OHും ഇവിടുന്ന് Hഉം. അപ്പം അങ്ങനെ വെള്ളം റിമൂവ് ആവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 ഓൾറെഡി ഉണ്ടായിരുന്നു, CH ഡബിൾ ബോണ്ട് C, മുകളിലേക്ക് CH3, ഇവിടെ CHO. അപ്പോൾ ഇതെന്തായി? 2 methyl but 1 ആൽനായി. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് റിയാക്ട് ചെയ്താൽ ഉണ്ടാവുക. ഇനി അടുത്തത് നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിതിനെ തിരിച്ചെഴുതി. അതായത് ഞാനിപ്പോൾ ആദ്യം CH3 CHOനെ എടുത്തിട്ടാണല്ലോ ചെയ്തത്. ഫസ്റ്റ് CH3 CHO വെച്ചു, പിന്നെ CH3 CH2 CHO വെച്ചു. ഓക്കെ. അപ്പോൾ അത് വെക്കണേൽ ഫസ്റ്റിനും സെക്കൻഡിനും വെക്കണ രീതികളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എത്തനാലാണ് വെച്ചിരുന്നത്, സെക്കൻഡ് പ്രൊപ്പനാലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഓർഡർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റും മാറും. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി ഞാൻ വയ്ക്കാൻ പോകുന്നത് ഫസ്റ്റിൽ CH3 CH2 CHOനെയാണ്, പിന്നെ ഞാൻ വയ്ക്കാൻ പോകുന്നതാണ് CH3 CHO. അപ്പോൾ പ്രോഡക്റ്റ് മാറും. നമ്മൾ ആദ്യം ഫസ്റ്റും സെക്കൻഡും എടുക്കുന്ന ആൾക്കനുസരിച്ച് പ്രോഡക്റ്റ് മാറും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓർഡർ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഞാൻ CH3 CH2, പിന്നെ എന്ത് വേണം? C ഡബിൾ ബോണ്ടോ താഴേക്ക് മുകളിലേക്ക് ഹൈഡ്രജൻ. ഓക്കെ. ഇനി രണ്ടാമതാണെങ്കിൽ രണ്ടാമത്തെ ആൾ ചെയ്യുമ്പോൾ CHOൻ്റെ ഇപ്പുറത്തുള്ള ഹൈഡ്രജൻ ഏതാണ്? അത് ഒരെണ്ണം പുറത്തേക്ക്, പിന്നെ CH2, പിന്നെ CHO. ഇതിനെ നമ്മൾ ഡൈല്യൂട്ട് NaOH വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 ഓൾറെഡി ഉണ്ടായിരുന്നു, CH3 CH2, ഇത് ഞാൻ ഒരുമിച്ച് എഴുതാണ്. CH താഴേക്ക് O, അവിടെ നിന്നുള്ള ഹൈഡ്രജൻ, പിന്നെ CH2 CHO. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യണു? ഹീറ്റ് ചെയ്യിപ്പിക്കണം. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്യിപ്പിച്ചു. വാട്ടർ റിമൂവ് ആവണ്ടേ? എവിടെ നിന്ന് റിമൂവ് ആവും? ഈ ഇതിലെ ആൽഫ ബീറ്റ പൊസിഷൻസ് നിന്ന്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് OHും പോയി. അപ്പം അങ്ങനെ വാട്ടർ റിമൂവ് ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? CH3 CH2 CH ഡബിൾ ബോണ്ട് CH CHO. ക്ലിയർ ആയോ? ഇതിൻ്റെ പേരെന്താ? ഇത് പെൻറ്റ് 2En 1 ആലാണ്. ഓക്കെ.
സോ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചിട്ട് നമ്മളെ കമ്പൗണ്ടും മാറും. ശ്രദ്ധിക്കുക അത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തത്, എത്തനാലും പ്രൊപ്പനാലും തമ്മിലുള്ള കണ്ടൻസേഷൻ. അത് പലതരത്തിലുണ്ട്. ഒന്ന്, രണ്ട് സെയിം എത്തനാൽ വെച്ചിട്ട്, രണ്ട് എത്തനാൽ ഒരേപോലെയുള്ള ആൾക്കാരാണല്ലോ, അവരുടെ റിയാക്ഷൻ നോക്കി, അവർ തമ്മിലുള്ള കണ്ടൻസേഷൻ. രണ്ടാമത്തെ, രണ്ട് സെയിം ആൾക്കാർ, അതായത് പ്രൊപ്പനാൽ, രണ്ട് സെയിം പ്രൊപ്പനാൽ വെച്ചിട്ടുള്ളത് നമ്മൾ നോക്കി, അവരുടെ റിയാക്ഷൻ നോക്കി. ഇനി ഫസ്റ്റ് എത്തനാൽ വെച്ച് രണ്ടാമത് പ്രൊപ്പനാൽ വെച്ചിട്ടുള്ള റിയാക്ഷൻ നോക്കി. പിന്നെ ഫസ്റ്റ് പ്രൊപ്പനാലും സെക്കൻഡ് എത്തനാലും വെച്ചിട്ട് നോക്കി. അപ്പോൾ 4 രീതിക്കാണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആയോ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫോർമാൽഡിഹൈഡും എത്തനാലും കൂടിയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത്, നമ്മൾ ആദ്യം HCHO വയ്ക്കുകയാണ്, എന്നിട്ട് CH3CHO വയ്ക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെന്താണെന്ന് വെച്ചാൽ HCHOയിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. നമ്മൾ പറഞ്ഞു ആൽഫ ഹൈഡ്രജൻ വേണമെങ്കിൽ CH3CHOയും HCHOയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആൽഫേൻ്റെ കാര്യം പറയുമ്പോൾ, ആൽഫ ഹൈഡ്രജൻ്റെ കാര്യം പറയുമ്പോൾ, അതായത് ഈ CHOന് തൊട്ട് മുമ്പുള്ള കാർബണാണ് ആൽഫ, അതിൻ്റെ ഒപ്പം വരുന്ന ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർമാൽഡിഹൈഡിൻ്റെ കേസിൽ നമുക്ക് CHO ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ അടുത്തായിട്ട് വേറെ കാർബണൊന്നുമില്ല, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരിക്കലും എന്തല്ല, ആൽഫ ഹൈഡ്രജൻ ആറ്റം അല്ല. മനസ്സിലായോ? ഇതിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ CHO ഉണ്ട് നമുക്ക്, അതിന് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കാർബൺ, ആ കാർബണ് കറസ്പോണ്ടിങ്, അതായത് കാർബണിൻ്റെ ഒപ്പമുള്ള ഹൈഡ്രജൻ, ഇത് ആൽഫ ഹൈഡ്രജൻ ആണ്. എന്നാൽ ഇതെന്താ, ഇത് ആൽഫ ഹൈഡ്രജൻ അല്ല. ഓക്കെ, കാർബൺ ഉണ്ടാവണം, CHOൻ്റെ അടുത്ത് അറ്റാച്ച്ഡ് ആയിട്ട് കാർബൺ ഉണ്ടാവണം, ആ കാർബണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കാർബണിൻ്റെ ഒപ്പമുള്ള ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കാം. ഹൈഡ്രജൻ വെച്ചു, C വെച്ചു, ഡബിൾ ബോണ്ടോ H. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ രണ്ടാമത്തെ ആളെങ്ങനെ എഴുതുക, CHOൻ്റെ അപ്പുറത്തുള്ള കാർബണിലെ ഹൈഡ്രജനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലേ, HCH2 CHO എന്ന് എഴുതി. ഇത് നമ്മൾ ഡൈല്യൂട്ട് NaOH വെച്ചിട്ട് റിയാക്ട് ചെയ്തു അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടുത്തെ ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ ഒപ്പം പോയി, എൻ്റെ ഈ ബോണ്ട് പൊട്ടി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഒരുമിച്ച് ചെയ്തിട്ട് ഞാൻ CH2, കാരണം എന്താ, ഇവിടെ കാർബൺ ഉണ്ട്, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, CH2, പിന്നെ അതിൻ്റെ താഴെ OH, പിന്നെ CH2, പിന്നെ CHO. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ വെള്ളം പോവുമല്ലോ, വെള്ളം പോകുന്നത് എവിടെ നിന്നാണ്, ഒരു ഹൈഡ്രജൻ ഇവിടുന്ന്, ഒരു OH ഇവിടുന്ന്, അങ്ങനെയാണ് നമുക്ക് വാട്ടർ റിമൂവ് ആവുന്നത്. അങ്ങനെ റിമൂവ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, CH2 ഡബിൾ ബോണ്ട് CHO എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് എക്രലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ prop 2,1,En,1,Al. ഓക്കെ ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉൾട്ട നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞതാണ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, C6H5CHO, ഫോർമാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡാണ് രണ്ട് ആൽഡിഹൈഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ C6H5CHOനെ ആദ്യം കൊടുക്കണം, എന്നിട്ട് CH3CHO ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ആൽഡിഹൈഡ്സ് ആണ് കേട്ടോ. ഇനി ഇതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ C6H5C ഡബിൾ ബോണ്ട് O ഇങ്ങനെ കൊടുക്കും. ഇനി രണ്ടാമത്തെ ആളെ നമുക്ക് എന്ത് ചെയ്യണം, CHOൻ്റെ ഇപ്പുറത്തുള്ള കാർബണിലെ ഹൈഡ്രജൻ ഒരാളെ പുറത്തേക്ക് വരണം, ഒരാൾ ഇങ്ങനെ എഴുതണം അല്ലേ. ഇത് കൊടുത്തു. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡൈല്യൂട്ട് NaOH ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടുത്തെ ഈ ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ അവിടേക്ക് പോകും, ഈ ബോണ്ട് പൊട്ടും, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, C6H5CH താഴെ O
ഹൈഡ്രജൻ എച്ച്, പിന്നെ CH2 CHO. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ വാട്ടർ റിമൂവ് ആവും. എവിടെ നിന്നൊക്കെ, ഇവിടെ നിന്നൊരു ഹൈഡ്രജനും ഇവിടെ നിന്ന് OH റിമൂവ്ഡ് ആയിട്ട് വാട്ടർ റിമൂവ്ഡ് ആവും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, C6H5 CH ഡബിൾ ബോണ്ട് CHO എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ PDF കാണുന്ന ഇത്രയും കാര്യങ്ങളാണ് ഞാനവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആൽഡോൾ ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ വരുന്നത്. ക്ലിയർ ആയോ?